പട്ടിണിയും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ആയതുകൊണ്ട് കുഞ്ഞിനെ വളർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് അനാഥാലയത്തിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചത്. പൂങ്കടി ഞങ്ങളുടെ കുഞ്ഞല്ലെന്ന് അനാഥാലയത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആ സ്വാമിജി പറഞ്ഞപ്പോ ഞങ്ങള് പൂങ്കോടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തത്. എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും ആ കുഞ്ഞിനെ കാണാൻ നിങ്ങൾ പോയിരുന്നോ? ഇല്ല. അതേക്കുറിച്ച് ഓർക്കുന്നത് തന്നെ ഇവൾക്ക് സങ്കടമായിരുന്നു. പിന്നെ അധിക നാൾ ഞങ്ങൾ കേരളത്തിൽ നിന്നില്ല, തിരിച്ച് ഇവിടേക്ക് പോന്നു. ഓർഫനേജിൽ നിന്നും പിന്നെ ആരും നിങ്ങളെ വിളിച്ചിരുന്നില്ലേ? 1-2 വർഷങ്ങൾ കഴിഞ്ഞു കാണും. ഒരിക്കൽ ആ സ്വാമിജി വിളിച്ചിരുന്നു. അതെന്തിനായിരുന്നു? ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു വിളിച്ചത്. വരാൻ പറ്റുമോ എന്ന് സ്വാമിജി ചോദിച്ചു. പക്ഷേ ഞങ്ങൾ പോയില്ല. ആരാ കുഞ്ഞിനെ ദത്തെടുത്തെന്നറിയാവോ? അത് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഏതൊരു സ്ത്രീയാണെന്നാ അന്ന് ആ സ്വാമിജി ഫോൺ വിളിച്ചപ്പോ ഞങ്ങളോട് പറഞ്ഞത്. പിന്നീട് ഇത്രയും കാലത്തിനിടയിൽ ഒരിക്കൽ പോലും നിങ്ങൾ ആ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ലേ? ഇല്ല സാറേ. കഷ്ടപ്പെട്ട് മുന്നോട്ട് ജീവിതം തള്ളി നിൽക്കുന്നതിനിടയിൽ അതൊന്നും ഓർക്കാൻ പറ്റിയില്ല. പിന്നെ ആ കുഞ്ഞിനെ അന്വേഷിച്ച് ആരെങ്കിലും വരുമെന്ന് ഞങ്ങളും വിചാരിച്ചില്ല. അല്ല സാറേ, ഇപ്പം നിങ്ങൾ ആ കുഞ്ഞിനെ അന്വേഷിച്ച് വരാൻ എന്താ കാരണം? ആ കുഞ്ഞുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? ഞങ്ങൾക്കങ്ങനെ ആ കുഞ്ഞുമായിട്ട് ബന്ധമൊന്നുമില്ല. നിങ്ങളുടെ പരിചയത്തിലുള്ള ആരുടെയെങ്കിലും കുഞ്ഞാണോ? വെറുതെ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാ. അല്ല. പിന്നെ എന്തിനാ നിങ്ങൾ ആ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിച്ചു വന്നത്? ഞങ്ങള് വേറൊരു കുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു. അതിനിടയിലാ ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടിയത്. അതുകൊണ്ടാ നിങ്ങളെ കാണാനായിട്ട് വന്നത്. സത്യം പറ സാറേ, ആ കുഞ്ഞിന്റെ അമ്മയെ നിങ്ങൾക്കറിയാമോ? അവളിപ്പോ വളർന്ന് വലുതായി കാണും. ആ കുഞ്ഞിപ്പോ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ സാറേ? നിങ്ങൾക്ക് അവളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇല്ല. ഞങ്ങളൊരു സന്നദ്ധ സംഘടനയിലുള്ള വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാ. ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ലല്ലോ സാർ.